ഒ.വി. വിജയൻ തൻ്റെ പതിവ് ശൈലിയിൽ നിന്നും മാറി ദാർശനികവും ആത്മീയവുമായ തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു നോവൽ മലയാളത്തിന് സമ്മാനമായി നൽകി. മധുരം ഗായതി. തസറാക്കിലെയും സാമൂഹിക രാഷ്ട്രീയ വിമർശനങ്ങളിൽ നിന്ന് മാറി മനുഷ്യന്റെ അസ്തിത്വത്തെയും മരണാനന്തര ജീവിതത്തെയും പ്രപഞ്ച രഹസ്യങ്ങളെയും കുറിച്ചുള്ള അന്വേഷണമാണ് ഈ കൃതി. പ്രധാനമായ കുറച്ച് സവിശേഷതകളുണ്ട് ഇതിന്. അസ്തിത്വപരമായ അന്വേഷണം, ജീവിതം, മരണം, പുനർജന്മം, കർമ്മം തുടങ്ങിയ ഗഹനമായ വിഷയങ്ങളെ വളരെ ലളിതമായി തോന്നിപ്പിക്കുന്ന ഭാഷയിൽ വിജയൻ ഈ നോവലിൽ കൈകാര്യം ചെയ്യുന്നു. മിത്തും യാഥാർത്ഥ്യവും അതിനകത്ത് മിശ്രണം ചെയ്തിട്ടുണ്ട്. മിത്തുകളും ഐതിഹ്യങ്ങളും വർത്തമാനകാലവുമായി കൂട്ടിയിണക്കുന്നതിൽ വിജയൻ കാണിക്കുന്ന ആ ഒരു പാടവം ഈ നോവലിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. യാഥാർത്ഥ്യത്തിനും അല്ലെങ്കിൽ അയാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള നേർത്ത വരയിലൂടെയാണ് കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്നത്. വിജയന്റെ മറ്റ് കൃതികളെപ്പോലെ തന്നെ ബിംബങ്ങൾ കൊണ്ടും പ്രതീകങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ഇതിലെ ഭാഷ. വായനക്കാരനെ അസ്വസ്ഥപ്പെടുത്തുകയും എന്നാൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരം മന്ത്രശക്തിയുള്ള വരികളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനൊരു ആത്മീയ പരിവേഷം കൂടെ ഉണ്ട്. മതപരമായ ചട്ടുകോടുകൾക്ക് അപ്പുറമുള്ള ഒരു ആത്മീയതയെക്കുറിച്ചാണ് ഈ നോവൽ സംസാരിക്കുന്നത്. മനുഷ്യൻ നേരിടുന്ന ദുരിതങ്ങളും അതിൽ നിന്ന് മോചനം നേടാനുള്ള അവൻ്റെ ആഗ്രഹങ്ങളും കഥയിലുടനീളം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. വിമർശനവും ആസ്വാദനവുമായി മധുരം ഗായതിയെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ മധുരം ഗായതി വായിക്കുമ്പോൾ അതൊരു സാധാരണ നോവലായിട്ട് അനുഭവപ്പെടില്ല. പകരം ദീർഘമായ ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു ധ്യാനാത്മകമായ ഒരു അനുഭവമോ ആയിട്ട് അത് മാറുന്നു. ചില വായനക്കാർക്ക് ഇതിലെ ബിംബങ്ങളും ദർശനങ്ങളും അതിൻ്റെ ദാർശനികമായ ഭൂമികയൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് പ്രയാസമായിട്ട് തോന്നാം. എങ്കിലും വിജയന്റെ വാക്കുകളിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അനുഭവമായിരിക്കും. ചുരുക്കത്തിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കാൾ ഉപരിയായി മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടിനെയും വെളിച്ചത്തെയും തിരിച്ചറിയാൻ ശ്രമിക്കുന്ന വായനക്കാർക്ക് മധുരം ഗായതി തീർച്ചയായും ഒരു വലിയ അനുഭവമായിരിക്കും. വിജയന്റെ എഴുത്തു ലോകത്തെ മറ്റു കൃതികളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ആത്മീയമായ ഒരു യാത്ര ഈ നോവലിൽ വായനക്കാരൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് അതിൻ്റെ അടിസ്ഥാനപരമായ ഭാഷാപരമായ ഘടനാപരമായ ശൈലീപരമായ ആത്മീയപരമായ ഭൗതികപരമായ ജൈവികപരമായ എല്ലാ തലത്തിലും അത് അനുഭവവേദ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. മധുരം ഗായതി, ഒ.വി. വിജയൻ.